വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഞാനിവിടെ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഫൈനൽ ഇയർ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പം എനിക്ക് എക്സാം കുറച്ച് ടഫായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, നോർമലി പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മേൻ്റെ കൂടെ ഞാൻ പുതുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, എന്തുകൊണ്ട് നിനക്ക് എടുത്തുകൂടെ ഉടമ്പടി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ശരി അമ്മ, ഞാനും എന്നാൽ എടുത്തിട്ട് അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. എനിക്ക് എക്സാം കുറച്ച് ടഫായിരുന്നു. മാതാവ് എന്നെ നല്ലൊരു മാർക്കോട് കൂടി തന്നെ എന്നെ പാസ്സാക്കണമെന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഒരു 3 മാർക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയാൽ. എന്നാലും അത്രയും നല്ലൊരു മാർക്കോട് കൂടി തന്നെയാണ് അമ്മ മാതാവ് എന്നെ പാസ്സാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും നിയോഗത്തിൽ വെക്കാത്ത ഒരു കാര്യം ആ കൂടെ എനിക്ക് സാധിച്ചു തന്നു. എൻ്റെ ഗ്രാജുവേഷൻ ഫെബ്രുവരി 28-നായിരുന്നു. അപ്പം ഗ്രാജുവേഷൻ്റെ ഇതിനകത്ത് നമുക്ക് കുറേ അവാർഡ്സ് ഉണ്ട് നമ്മുടെ കോളേജിൽ. സോ ആ ഒരു അവാർഡ് എന്താ പറയുക, കിട്ടുക എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല. അതും എന്നേക്കാളും എന്താ പറയുക, നല്ലതായിട്ട് ആക്റ്റീവ് ആൻഡ് മെറ്റിക്കുലസ് ആയിട്ടുള്ള കുറേ സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് അവിടെ നിന്ന് അമ്മ മാതാവ് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡ് അമ്മ മാതാവ് എനിക്ക് ഈ ഉടമ്പടി എടുത്തതിലൂടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. കാരണം എന്നേക്കാളും ഒത്തിരി കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുതുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മാസമായിരുന്നു. ഏപ്രിൽ മാസം അപ്പോൾ പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാനൊരു നിയോഗത്തിൽ വെച്ചിരുന്നു, എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിനെ കൂടെ തന്ന അമ്മ മാതാവ് എന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ അമ്മ മാതാവ് 1 മാസം ആകുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ഒരു ജീവിത പങ്കാളിനെ ഫാമിലി ത്രൂ ഒരു പ്രപ്പോസൽ വന്നു. അങ്ങനെ ഞാൻ ജൂലൈ 7-ന് എൻ്റെ വിവാഹം കഴിഞ്ഞു. അവർ US-ലാണ്. ഇതെല്ലാം അമ്മ മാതാവ് തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കും. 1000 നന്ദി ഞാൻ പറയുകയാണ്.